വളരെ നേതൃപരമായി ധാരാളം പണ്ഡിതന്മാരെ വാർത്തെടുത്തു പോന്നിട്ടുള്ള ഒരു സ്ഥാപനം. അതിൻ്റെ വാർഷികാഘോഷ പരിപാടികളിൽ വിവിധങ്ങളായ വിഷയങ്ങളെ പുരസ്കരിച്ചുകൊണ്ടും വർത്തമാനകാലത്തെ സംഭവങ്ങൾ സംബന്ധിച്ചും മറ്റും ചർച്ച ചെയ്യപ്പെടുന്ന സന്ദർഭത്തിലാണ് ഇതൊരു പരിപാടിയിലും ഞാൻ പങ്കെടുക്കുന്നത്. ഇവിടെ മറ്റുള്ളവർ സൂചിപ്പിച്ചതുപോലെ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലാണ് മുസ്ലിം സമുദായം ഇന്ന് നിൽക്കുന്നത്. കേരളത്തിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് മറ്റേതൊരു പ്രദേശത്തെയും അപേക്ഷിച്ച് അവിടെ ദീനീ പ്രവർത്തനം നടത്തിക്കൊണ്ടുപോകാനും മറ്റു പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുമൊക്കെ നല്ല സൗകര്യങ്ങളും സ്വാതന്ത്ര്യമുള്ള ഒരു പ്രദേശമാണ്. കേരളീയ സമൂഹത്തിനിടയിൽ വൈജ്ഞാനിക രംഗത്ത്, ദീനീ രംഗത്ത് ധാരാളം സ്ഥാപനങ്ങൾ വരികയും കുട്ടികളെ ചെറുപ്പത്തിലെ മദ്രസ പഠനത്തിലൂടെ കൊണ്ടുവരാനും ധാർമ്മിക ബോധമുണ്ടാക്കാനും കഴിയത്തക്ക രീതിയിലുള്ള വ്യവസ്ഥാപിതമായ രീതിയിൽ കാര്യങ്ങൾ നടന്നു വരുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. അതുകൊണ്ട് ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെയും അപേക്ഷിച്ച് എല്ലാ മേഖലയിലും കുറേയേറെ മുന്നോട്ട് പോകാനും പ്രബുദ്ധമായ രീതിയിൽ ആളുകളെയും ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കുകയും വളരെ സമാധാനപരമായ അന്തരീക്ഷത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാനും സാധിച്ചു. അൽഹംദുലില്ലാ. ലോകത്തൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഭീകരവാദത്തിൻ്റെയും മറ്റും അടിസ്ഥാനത്തിൽ വളരെ സംഘർഷഭരിതമാണ്. മുസ്ലിം രാജ്യങ്ങളെല്ലാം തന്നെയും അസ്ഥിരമായ രീതിയിൽ നിൽക്കുകയാണ്. ഭീകര പ്രവർത്തനങ്ങളുടെ ഫലമായി ദുരിതമനുഭവിക്കുന്നത് മുസ്ലിങ്ങളാണ്. ഒരു വർഷം കടന്നുപോയി, പുതിയ വർഷത്തിലേക്ക് നാം വരികയാണ്. കഴിഞ്ഞ വർഷത്തെ കണക്കെടുക്കുമ്പോൾ ലോകത്തലട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അഭയാർത്ഥി പ്രവാഹമാണ്. മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് കുഞ്ഞുങ്ങളുമായി എല്ലാം ഉപേക്ഷിച്ച് സ്വന്തം നാട് വിട്ട് അഭയാർത്ഥികളായി പോയിക്കൊണ്ടിരിക്കുന്നത്. നടുക്കടലിൽ ബോട്ടുകളിൽ ആയിരക്കണക്കിന് ആളുകൾ ഒരു നിലയിലും അക്കരെ പറ്റാൻ കഴിയാത്ത രീതിയിൽ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അഭയാർത്ഥികളെ ഏറ്റെടുക്കാൻ തന്നെയും പല രാജ്യങ്ങളും വൈമനസ്യം കാണിക്കുന്നു. അഭയാർത്ഥികൾ കടന്നു വരുമ്പോൾ രാജ്യാതിർത്തികളിൽ വെച്ച് അവരെ അട്ടിയോടിക്കാൻ പരിശ്രമിക്കുന്നു, അവരെ തടയാൻ തീരുമാനിക്കുന്നു. എങ്ങോട്ട് പോകണം എന്നറിയാത്ത ഒരു വലിയ സമൂഹം, മുസ്ലിം സമൂഹം ഇന്ന് ലോകത്ത് അഭയാർത്ഥികളായി കഴിഞ്ഞുകൂടുകയാണ് എന്ന് പത്രം വായിക്കുന്ന നിങ്ങളോട് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള മ്യാൻമാറിൽ നടക്കുന്ന സംഭവങ്ങൾ, റോഹിംഗ്യ മുസ്ലിങ്ങളെ ആട്ടിയോടിക്കുന്ന സംഭവങ്ങൾ, എവിടെ നോക്കിയാലും മുസ്ലിങ്ങൾക്ക് ഇതുപോലുള്ള കഷ്ടനഷ്ടങ്ങൾ വരികയാണ്. ഒരു പിടി ആളുകളുടെ ഭീകരപ്രവർത്തനത്തിന്റെ ഫലമായി അതിൻ്റെ എല്ലാ രീതിയിലുള്ള ഉപദ്രവങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുകയാണ് ലോകരാജ്യങ്ങളിൽ, മുസ്ലിം രാജ്യങ്ങൾ പ്രത്യേകിച്ചും. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അഭിമാനത്തോടുകൂടി നമുക്ക് നിൽക്കാൻ ഇവിടെയെല്ലാം നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്ലാം എന്ന് പറയുമ്പോൾ അതിനെ വളരെ ഭീതിയോടുകൂടി പൊതുസമൂഹം നോക്കിക്കാണുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ ഇസ്ലാമിനെ തനതായ രൂപത്തിൽ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനും ഇത് സമാധാനത്തിന്റെയും ശാന്തിയുടെയും മതമാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനും ഇവിടെ മനുഷ്യന്മാർക്ക്, മാനവരാശിക്ക് യഥാർത്ഥ മാർഗം കാണിച്ചു കൊടുക്കുന്ന, സത്യമാർഗം കാണിച്ചു കൊടുക്കുന്ന, അള്ളാഹുവിന്റെ ദീനിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ എന്ന് കാണിച്ചു കൊടുക്കാൻ വളരെ വിവേകത്തോടു കൂടിയുള്ള നേതൃത്വവും പ്രവർത്തനം നമുക്ക് ആവശ്യമാണ്.
ഇന്ത്യയെ പോലുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ, ഈ സമൂഹത്തിൽ വളരെ ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിം സമൂഹം, അവിടെ ആദർശ പ്രചരണങ്ങൾ, അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരു പൊതുസമൂഹത്തിന്റെ മുമ്പിൽ, ബഹുസ്വര സമൂഹത്തിന് മുമ്പിൽ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാവണം. ഇസ്ലാമിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലുള്ള രാജ്യങ്ങളിൽ, ന്യൂനപക്ഷങ്ങളായിട്ടുള്ള പ്രദേശ രാജ്യങ്ങളിൽ ഇതുപോലെ ജനങ്ങൾക്ക് ഇത് എത്തിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ എഴുതണം എന്നതിനെ സംബന്ധിച്ച് കുറെ വിവേകത്തോടു കൂടിയുള്ള നിലപാടുകൾ നമ്മൾ എടുക്കാതിരുന്നാൽ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടും, ഇസ്ലാമിനെ തെറ്റിക്കപ്പെടും, ഈ ദീനിനെ അടുത്തുകൊണ്ട് സ്വീകരിക്കുവാൻ ആളുകൾ വൈമനസ്സം കാണിക്കും എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇസ്ലാമിക രാജ്യങ്ങൾ നടക്കുന്ന അതേ ചുറ്റുപാട് വെച്ചുകൊണ്ട്, അതേ സാഹചര്യം വെച്ചുകൊണ്ട് നമുക്ക് ഇവിടെ പറയാനൊക്കെയില്ല. രാജ്യത്ത് നിൽക്കുന്ന മുസ്ലിം സമൂഹം, ആ സമൂഹത്തിന്റെ മുന്നിൽ, സത്യനിഷേധികളുടെ മുമ്പിൽ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുമ്പോൾ, അതിന് ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കുമ്പോൾ അതിൽ അതിൻ്റെതായ യുക്തിയോടുകൂടി നമുക്ക് ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കാൻ കഴിയണം. ആ രീതിയിലുള്ള വിവേകവും കാര്യങ്ങൾ നാം കാണിക്കാതെ കൊണ്ടുപോയതുകൊണ്ടാണ് ഇത് സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകളോ ആക്ഷേപങ്ങളോ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി നാം കാണണം. നമുക്ക് ധാരാളം ശത്രുക്കളുണ്ട്. ഇവിടെ പറയുന്നത് പോലെ തന്നെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇസ്ലാമിക പ്രമാണങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട്, അതിൽ തീവ്രതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, അതിന്റെ ഭീകരവാദമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, അന്യമതസ്ഥരോട് ഒരിക്കലും കരുണ കാണിക്കാത്ത മതമാണെന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം തെറ്റുദ്ധാരണ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ, അതിൽ നമ്മുടെ ആളുകളെ പ്രതികളാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ, ഇസ്ലാമിനെ പ്രതിക്കൂട്ടി കയറ്റാൻ വേണ്ടി നീക്കങ്ങൾ ശക്തമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മളെല്ലാവരും കാണണം. അതാണ് എനിക്ക് മുമ്പ് ഇവിടെ പ്രസംഗിച്ച് പോയവർ പറഞ്ഞത്. നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ചും ഇവിടെ ചില ഏജൻസികൾ, അത് NIA ആവട്ടെ, CBI ആവട്ടെ, മറ്റു പോലീസ് അന്വേഷണ ഏജൻസികളാവട്ടെ, ഇവരെല്ലാം ഇന്ന് പ്രത്യേകിച്ച് വന്നിട്ടുള്ള ഭരണമാറ്റത്തിന്റെയും കൂടി വെളിച്ചത്തിൽ ധാരാളം അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണ റിപ്പോർട്ടുകൾ കണ്ടാൽ നിങ്ങളെല്ലാവരും അത്ഭുതപ്പെട്ടു പോകും. ദൈവത്തിൽ സ്വീകാര്യമായ, അല്ലാഹുവിൽ സ്വീകാര്യയോഗ്യമായ മതം, ദീൻ ഇസ്ലാമാണ് എന്ന് പറയാൻ പാടില്ലെന്നാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എഴുതി വെക്കുന്നത്. നമുക്കത് പറയാതെ മുന്നോട്ട് പോകാനൊക്കില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ടിൽ, സിലബസിൽ പഠിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് എഴുതി വെച്ചത്, ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നയാളായിരുന്നു. ഈ ഇബ്രാഹിം എന്ന പ്രവാചകൻ എല്ലാ വിഗ്രഹങ്ങളെയും തച്ചുടച്ചു. ജനങ്ങൾ ക്ഷുഭിതരായി കടന്നു വന്നു. അപ്പോൾ നിലനിൽക്കുന്ന വലിയ ബിംബത്തോട് കാര്യങ്ങൾ ചോദിക്കാൻ പറഞ്ഞു. ബിംബമൊന്നും മിണ്ടാൻ കഴിയാത്തതാണ്. പക്ഷേ ആളുകൾ എല്ലാവരും കൂട്ടി ഇബ്രാഹിമിനെ അഗ്നിയിൽ തീകുണ്ടത്തിൽ എറിഞ്ഞു രക്ഷപ്പെട്ടു. അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പ്രചരിപ്പിക്കാൻ പാടില്ല. അത് മതവൈരം ഉണ്ടാക്കുന്നതാണ് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ എഴുതുന്ന റിപ്പോർട്ട്. ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത, അഥവാ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റാത്ത രീതിയിൽ, ഹദീസുകളിൽ പറഞ്ഞ കാര്യങ്ങൾ പറയാൻ പറ്റാത്ത രീതിയിൽ, നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ ശരിയായ രീതിയിൽ പറയാൻ കഴിയാത്ത രീതിയിൽ ഇതിനെല്ലാം വക്രീകരിച്ച് ഇസ്ലാമിനെ ഇവിടെ മതവൈരം ഉണ്ടാക്കുന്ന ഒരു വേദഗ്രന്ഥമായി മാറ്റിയെടുത്തുകൊണ്ട്, അതേ രീതിയിൽ എഴുതിക്കൊണ്ട് കേസെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടക്കുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നാം കാണണം. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ജീവിതക്രമങ്ങളിൽ സത്യസന്ധത പുലർത്തുകയും ഇസ്ലാമിനെ തനതായ രൂപത്തിൽ ജീവിതത്തെ പകർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും അതോടൊപ്പം ഇദൃശ്യമായിട്ടുള്ള എല്ലാ നീക്കങ്ങളെയും ശക്തിയുക്തം എതിർത്തുകൊണ്ട് ഒറ്റക്കെട്ടായി, ഒരൊറ്റ ഉമ്മത്തായി, ഒരു സമൂഹമായി മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ വ്യാപൃതരാവണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആ രീതിയിൽ ഒന്നിച്ച് മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും.